തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കോതമംഗലത്ത് അപകട മരണാന്തര ധനസഹായ വിതരണം ചെയ്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിൽ അംഗമായിരുന്ന കോതമംഗലം തോട്ടത്തിമല സജി ജോൺ മരണപ്പെട്ടതിനെ തുടർന്ന് ഭാര്യ മിജി സജിക്ക് അപകട മരണാന്തര ധനസഹായമായ 2 ലക്ഷം രൂപ കൈമാറി. ബോർഡ് ചെയർമാൻ CK ഹരികൃഷ്ണൻ, FIT ചെയർമാൻ R അനിൽകുമാർ എന്നിവർ സജിയുടെ വസതിയിലെത്തി തുക കൈമാറി. തൊഴിലാളി പെൻഷനർ മരണപ്പെട്ടാൽ പകുതി പെൻഷൻ തുക അടുത്ത 10 വർഷക്കാലം കുടുംബ പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട്. 2 കുട്ടികളുടെ ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ലാതെ 40,000 രൂപയിൽ നമ്മൾ വിവാഹ ധനസഹായം കൊടുക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഏറ്റവും മികച്ചത് എന്നുള്ള നിലയിൽ എന്നാൽ ചില ദൗർഭാഗ്യകരമായ ചില സാഹചര്യങ്ങളെ മോട്ടോർ തൊഴിലാളി കുടുംബങ്ങൾ എന്നുള്ള നിലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അത് ഒരു രജിസ്റ്റർ ചെയ്ത തൊഴിലാളി മരണപ്പെട്ടാൽ സാധാരണ മരണമാണെങ്കിൽ 1 ലക്ഷം രൂപ മരണാനന്തര സഹായവും 10,000 രൂപ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. 1,10,000 രൂപ. അപകട മരണമാണെങ്കിൽ അത് 2 ലക്ഷവും 10,000 രൂപയാണ് കൊടുക്കുന്നത്. ഒരു പെട്ടെന്നൊരു വേർപാടുണ്ടായി കഴിയുമ്പോൾ വേർപാടിന് ഒരു പെട്ടെന്നൊരാശ്വാസം എന്നുള്ള നിലയിലാണ് ഇത് സംഘടിപ്പിച്ചു പോരുന്നത്. ഇവിടെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ എൻ്റെ അനുഭവം കൂടിയാണ്. സജി ജോണിൻ്റെ മരണ സമയത്തോടെ എത്തിച്ചേരുകയുണ്ടായി. ഏറെ വേദനാജനകമാണ്. ഈ സന്ദർഭത്തിലാണ് മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നുള്ള മരണാനന്തര സഹായം എന്നുള്ള നിലയിൽ 2 ലക്ഷം രൂപയും സംസ്ഥാന ചടങ്ങുകൾക്കുള്ള 10,000 രൂപയും 8,10,000 പുറമെ പലിശ ഉൾപ്പെടെ റീഫണ്ട് അടക്കത്തുക ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 28,497 രൂപ. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉപദേശക സമിതി അംഗങ്ങളായ മനോജ് ഗോപി, PR പ്രസാദ്, വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളായ KA ജോയ്, PP മൈദീൻ ഷാ, KA നൌഷാദ്, MS അലിയാർ, ക്ഷേമനിധി ഓഫീസ് ജീവനക്കാരായ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ MD ആശാലത, അഡീഷണൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ബിന്ദു K തങ്കപ്പൻ, ക്ലർക്ക് ലിഷ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.